കഥയാരംഭിക്കുന്നത് നാത്ത് സിറ എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. സിറയെന്നായിരുന്നു ഏവരും അവളെ വിളിച്ചിരുന്നത്. ഏറെ കുത്തഴിഞ്ഞ ഒരു ജീവിതമായിരുന്നു സിറയുടേത്. രാത്രി വൈകി നൈറ്റ് ക്ലബ്ബുകളിലും മറ്റും തന്റെ കൂട്ടുകാരി നിക്കിക്കൊപ്പം അവൾ ചിലവഴിച്ചു. അന്നും പതിവ് പോലെ ആ ഒരു ദിവസം അവൾ നൈറ്റ് ക്ലബ്ബിലായിരുന്നു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ലഹരിയിൽ ആളുകൾ അവളോട് അടുക്കുവാനും മറ്റു പല കാര്യങ്ങൾ പ്രവർത്തിക്കുവാനുമൊക്കെ തുടങ്ങിയപ്പോൾ അവരെയൊക്കെ തള്ളിമാറ്റി അവൾ ബാത്റൂമിലേക്ക് പോയി. എന്തെന്നില്ലാത്ത വല്ലാത്തൊരു മാനസിക ദുഃഖം അവളെ പിടികൂടാൻ ആരംഭിച്ചിരുന്നു. പെട്ടെന്നവൾ മരണപ്പെട്ടു പോയ തന്റെ അച്ഛനെപ്പറ്റി ഓർത്തു. അവളിലേക്ക് വല്ലാത്തൊരു ദുഃഖം ആഴ്ന്നിറങ്ങി. തന്നോട് തന്നെ അവൾക്ക് വെറുപ്പ് അനുഭവപ്പെട്ടു. തന്റെ മുമ്പിലെ കണ്ണടിച്ചില് അവൾ ഉടച്ചു വീഴ്ത്തി. അതിൽ നിന്നൊരു ഗ്ലാസ് എടുത്ത് തന്റെ കൈ മുറിച്ചു. പൂർണ്ണമായ ദുഃഖത്തിൽ അവൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. കണ്ണു തുറക്കുമ്പോൾ സിറ ആശുപത്രിയിലാണ്. തൊട്ടടുത്ത് അവളുടെ സഹോദരി ബെല്ല വന്നിരുന്നിരുന്നു. സിറയുടെ ആ പ്രവൃത്തിയിൽ ബെല്ലയ്ക്ക് അവളോട് വലിയ ദേഷ്യമായിരുന്നു തോന്നിയത്. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ എന്തുണ്ടായിട്ടാ തോന്നുന്ന പോലെ ഓരോ കാര്യത്തിനും ഓരോന്നങ്ങ് ചെയ്യുക. ചോദിച്ചാ പറയും മാനസിക സമ്മർദ്ദവും ബുദ്ധിമുട്ടുമാണത്രേ. മറ്റുള്ളവർക്കാർക്കും ഒന്നുമില്ലാത്ത പോലെ ഇങ്ങനെ വീട്ടുകാർക്കും എല്ലാവർക്കും ഭാരമായിട്ട് അങ്ങോട്ട് ജീവിച്ചുകൊണ്ടേയിരിക്കുക. എന്തു വന്നാലും അതിനെയൊക്കെ പ്രതിരോധിക്കുകയല്ലേ വേണ്ടത്. ബെല്ലയുടെ വാക്കുകളിൽ സിറയുടെ പ്രവൃത്തിയിലുള്ള ദേഷ്യം വ്യക്തമായിരുന്നു. ബെല്ല തികഞ്ഞ ഒരു മതവിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ സിറയുടെ പ്രവൃത്തികളിലും സിറയുടെ കുത്തഴിഞ്ഞ ജീവിതത്തോടും ബെല്ലയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു. സിറ അന്ന് ബെല്ലയോട് ക്ഷമ ചോദിച്ചു. വൈകാതെ സിറ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു. ബെല്ലയും ബെല്ലയുടെ ഭർത്താവും കൂടി സിറയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബെല്ലയുടെയും സിറയുടെയും അമ്മ സിറയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്കടുത്ത് സിറ ആത്മഹത്യ ചെയ്യാൻ നോക്കിയതാണ് എന്ന് ബെല്ല അറിയിച്ചിരുന്നില്ല. ആരോ സിറയെ തട്ടിക്കൊണ്ടുപോവാൻ ശ്രമിച്ചെന്നും അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ് എന്ന് മാത്രമായിരുന്നു അറിയിച്ചിരുന്നത്. താൻ ആത്മഹത്യക്ക് ശ്രമിച്ച കാര്യം ഉമ്മ അറിയരുത് എന്ന് സിറയ്ക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബെല്ല പറഞ്ഞ കള്ളം സിറയും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. അന്ന് തന്റെ മുറിയിലേക്ക് എത്തിയ സിറ തന്റെ ജീവിതത്തിന്റെ പഴയകാലത്തെ പറ്റി ഓർത്തു. ആ ഒരു നിമിഷം തന്റെ വാപ്പയ്ക്കൊപ്പം ചിലവഴിച്ച സമയത്ത് വാപ്പ പറഞ്ഞ കുറച്ച് വാക്കുകൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ഒരു പെൺകുട്ടി ജീവിക്കുന്ന കാലയളവിൽ അവൾക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത്, അവൾ കാത്തു സൂക്ഷിക്കേണ്ടത് അവളുടെ ജീവിതത്തിന്റെ പരിശുദ്ധിയാണ്. അത്തരത്തിൽ നല്ലൊരു മകളായി ഒരു പെൺകുട്ടി വളർന്നു വന്നാൽ അവളുടെ അച്ഛനും അമ്മയും നേരെ സ്വർഗത്തിലേക്ക് വഴി നടത്തപ്പെടും. വാപ്പ പണ്ട് പറഞ്ഞ വാക്കുകൾ സിറയുടെ മനസ്സിലേക്ക് ആ ഒരു നിമിഷത്തിൽ ആഴത്തിൽ പതിയുന്നതായിരുന്നു. തന്റെ പഴയകാലം പതിയാണെങ്കിലും അവൾ വെറുത്തു തുടങ്ങിയിരുന്നു. ഭിത്തിയിൽ തൂക്കിയിരുന്ന് തെറ്റിന്റെ പാതയിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയിരുന്ന നിക്കി എന്ന കൂട്ടുകാരികളുടെ ചിത്രങ്ങൾ അവൾ നീക്കം ചെയ്തു. സ്വയം തിരുത്തി ജീവിക്കാനുള്ള, നല്ലൊരു വിശ്വാസിയാവാനുള്ള ജീവിതത്തിന്റെ നല്ല പാതയിലേക്ക് അവൾ തിരിയുവാൻ തുടങ്ങുകയായിരുന്നു. അടുത്ത ദിവസം കുടുംബത്തിലുള്ളവർ പ്രഭാത ഭക്ഷണത്തിനിരുന്നപ്പോൾ അങ്ങോട്ടേക്ക് സിറ കടന്നു വന്നു. സിറയുടെ രൂപം കണ്ട് സിറയുടെ ഉമ്മ അത്രമേൽ അതിശയിച്ചു പോയിരുന്നു. വർഷങ്ങൾക്കിപ്പുറം സിറ അന്ന് ഹിജാബ് ധരിച്ചിരുന്നു. ഉമ്മ അവളെ ഓടിവന്ന് കെട്ടിപ്പിടിച്ചു. ബെല്ല പക്ഷേ അപ്പോഴും സിറയെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സിറയുടെ കോപ്രായങ്ങളിൽ ഒന്ന് മാത്രമായിരിക്കും ഇത് എന്ന മട്ടിലായിരുന്നു ബെല്ല ഇരുന്നത്. സിറ ഭക്ഷണ ടേബിളിൽ വന്നിരുന്നപ്പോൾ ബെല്ല അത് സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ സിറ ബെല്ലയോട് പറഞ്ഞു, താനിത് വെറുതെ അങ്ങ് ധരിച്ചതല്ല. തനിക്ക് തെറ്റുകൾ തിരുത്തി വിശ്വാസത്തിന്റെ പാതയിലേക്ക്, നല്ലൊരു വ്യക്തിയാവാനുള്ള ജീവിത പാതയിലേക്ക് തിരികെ വരണം. എന്നെ അതിന് നിനക്ക് സഹായിക്കാൻ സാധിക്കുമോ? ബെല്ലയ്ക്ക് തന്റെ സഹോദരിയുടെ വാക്കുകൾ ആദ്യം വിശ്വസിക്കാൻ സാധിച്ചില്ല. എങ്കിലും ബെല്ല പറഞ്ഞു, ഞാൻ സഹായിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ അതിന് ഞാൻ പറയുന്നതൊക്കെയും നീ പ്രവർത്തിക്കേണ്ട വരും. സിറയ്ക്ക് അതിന് സമ്മതമായിരുന്നു. ബെല്ലയ്ക്ക് വലിയ സന്തോഷം തന്നെ തോന്നി. സിറയുടെ ഹിജ്റ ജേണി അവിടെ ആരംഭിക്കുകയാണ്. ഹിജ്റ ജേണി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് തെറ്റുതിരുത്തിക്കൊണ്ട് മതപരമായ രീതിയിലേക്ക്, മതവിശ്വാസിയായി നല്ല രീതിയിൽ എങ്ങനെ ജീവിക്കാം എന്ന് പഠിച്ച് മുന്നേറുന്ന ഒരു യാത്രയാണത്. ഹിജ്റ ജേണിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓരോ ഘട്ടങ്ങളും ബെല്ല അവൾക്കായി പറഞ്ഞുകൊടുത്തു. അതിൽ ആദ്യത്തേത് പഴയകാലം ഒന്നാകെ മറന്നുകളയുവാനും പഴയകാലത്തിൽ ദുഷിച്ച രീതികളിലേക്ക് കൊണ്ടുപോയിരുന്ന സൗഹൃദങ്ങളെ ഉപേക്ഷിക്കുവാനുമായിരുന്നു അത്. സിറയെ സംബന്ധിച്ച് അത് നിക്കിയായിരുന്നു. നിക്കിയെ സിറ പാടെ അവഗണിക്കാൻ ആരംഭിച്ചു. രണ്ടാമത്തേതായി ബെല്ല സിറയെ ഉപദേശിക്കുന്നത് പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മതപഠന ക്ലാസ്സിൽ ചേരുവാനാണ്. മൂന്നാമത്തെ ഉപദേശവും വൈകാതെ തന്നെ ബെല്ല കൊടുത്തു. പാപമോചനത്തിന്റെ ഹിജ്റ യാത്രയിൽ കൂടെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു സുഹൃത്തിനെ കണ്ടെത്തുക എന്നതായിരുന്നു അത്. ഹിജ്റ യാത്രയിൽ പ്രവേശിച്ചിരുന്ന ഇൻറ്റാൻ എന്ന തന്റെ പഴയ കൂട്ടുകാരിയെ തന്നെ അവിടെ നിന്ന് സിറയ്ക്ക് തന്റെ പുതിയ സൗഹൃദമായി ലഭിക്കുന്നു. അങ്ങനെ ബെല്ലയും ഇൻറ്റാനും സിറ
സിറയും കൂടി അവരുടെ ആദ്യത്തെ മതപഠന ക്ലാസ്സിലിരുന്നു. അവിടെ എത്തിയ മതപണ്ഡിതൻ ഉസ്താദായ വ്യക്തിയുടെ പ്രസംഗം എത്തരത്തിലുള്ള സ്ത്രീകളാണ് നരകത്തിലേക്ക് എത്തുക എന്നതിനെ പറ്റിയായിരുന്നു. മൊത്തത്തിൽ വളരെയധികം നെഗറ്റിവിറ്റി തോന്നുന്ന ഒരു മതപ്രഭാഷണം. സിറയ്ക്കത് വലിയ അസ്വസ്ഥതയായിരുന്നു ആദ്യമേ കൊടുത്തത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം സ്പോർട്സ് സെന്ററിൽ പോയി കളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ താനിനി മതപഠന ക്ലാസ്സുകളിലേക്കില്ല എന്ന് സിറ ബെല്ലയോടും മറ്റുള്ളവരോടുമായി പറഞ്ഞു. പക്ഷേ ബെല്ല അവൾക്ക് കൂടുതൽ ബിഗിനേഴ്സിനുള്ള തരത്തിലുള്ള ക്ലാസുകൾ സജസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ ആയിരുന്നു സിറ പുതിയ മതപഠന ക്ലാസ്സിലേക്ക് എത്തിപ്പെടുന്നത്. ഏറെ ചെറുപ്പക്കാരനായ ഒരു ഉസ്താദായ അമർ എന്ന വ്യക്തിയായിരുന്നു ആ മതപഠന ക്ലാസ് ലീഡ് ചെയ്തിരുന്നത്. മരണപ്പെട്ടുപോയ വളരെ വലിയ പണ്ഡിതനായ ആരിഫിൻ ഇൽഹാമിന്റെ മകനാണ് അമർ. അതുകൊണ്ട് തന്നെ ഏവരും ബഹുമാനിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. പേടിപ്പെടുത്തുന്ന കാര്യങ്ങളല്ലാതെ എങ്ങനെ നല്ലൊരു വ്യക്തിയാകാം, എങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നതിനെ പറ്റിയൊക്കെ ലളിതമായ രീതിയിൽ അദ്ദേഹം അന്ന് ക്ലാസ് എടുത്തു. സിറയ്ക്കും ബെല്ലയ്ക്കും എല്ലാം തന്നെ ക്ലാസ് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ക്ലാസ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ അമർ തന്റെ കൂട്ടുകാരൻ അബുൻ എന്ന വ്യക്തിയെ കണ്ടു. അപ്പോഴാണ് സിറ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അബുനും സിറയും പഴയ സുഹൃത്തുക്കളായിരുന്നു. സിറയെ കണ്ടതും അബുൻ സിറയെ അടുത്തേക്ക് വിളിച്ചു. ഹിജ്റയുടെ പാതയിലായ സിറയെ അവൻ അഭിസംബോധന ചെയ്തു. കൂടെയുണ്ടായിരുന്ന അമറും സിറയോട് ഇസ്ലാമിക അഭിസംബോധന നടത്തി. അന്നായിരുന്നു സിറ ആദ്യമായി അമറിനെ കാണുന്നതും അമറിനോട് സംസാരിക്കുന്നതും. പക്ഷേ അമറിന് സിറയെ മുമ്പേ പരിചയമുണ്ട്. അമർ സിറയെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിരുന്നു. ഉസ്താദായ അമർ അത് പറഞ്ഞപ്പോൾ സിറയ്ക്ക് തെല്ല് കൗതുകം തോന്നാതിരുന്നില്ല. കൂട്ടത്തിൽ സിറ തന്നെ ഫോളോ ബാക്ക് ചെയ്തിട്ടില്ല എന്നുകൂടി അമർ പറഞ്ഞു. അന്ന് വീട്ടിലെത്തിയ സിറ അല്പം ആലോചനയ്ക്ക് ശേഷം അമറിനെ ഫോളോ ബാക്ക് ചെയ്യുകയാണ്. അന്നു മുതൽ ഏറെ ബഹുമാനപരമായ രീതിയിൽ അവരിരുവരും പരസ്പരം ചാറ്റ് ചെയ്യാൻ ആരംഭിച്ചു. അമറിന്റെ ക്ലാസുകളിലൂടെ സിറ മതത്തെ കൂടുതൽ പരിചയപ്പെടാൻ തുടങ്ങി. സിറയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ ആരംഭിച്ചു. കുക്ക് ചെയ്യാതെയൊക്കെ നടന്നിരുന്ന സിറ വീട്ടിൽ കുക്കിങ്ങിൽ ഏർപ്പെടാനൊക്കെ ആരംഭിച്ചു. സിറയുടെ ആ മാറ്റങ്ങളിൽ വീട്ടിലുള്ള ഏവരും ഏറെ സന്തോഷിച്ചിരുന്നു. അന്ന് വീട്ടിലെ ഏവരും പുറത്തുപോയൊരു ദിവസം വീട്ടിലേക്കൊരു അതിഥി എത്തി. സിറ ഡോർ തുറന്നു നോക്കുമ്പോൾ സിറയുടെ പഴയ കൂട്ടുകാരി നിക്കി ആയിരുന്നു അത്. ഹിജ്റ യാത്രയിൽ പ്രവേശിച്ചതിൽ പിന്നെ നിക്കിയുമായി സിറ അകലം പാലിച്ചിരുന്നല്ലോ. അതുകൊണ്ട് സിറയെ അന്വേഷിച്ചെത്തിയതായിരുന്നു നിക്കി. സിറയുടെ രൂപവും അവളുടെ മതപഠന ക്ലാസുകളും ഒക്കെ മനസ്സിലാക്കിയ നിക്കി അവളോട് ദേഷ്യം കാട്ടി. അവൾ ധരിച്ചിരുന്ന ഹിജാബ് വലിച്ചു മാറ്റുവാനും ഇതൊക്കെ ചെയ്ത നീ സ്വർഗത്തിൽ പോകുമെന്നാണോ കരുതുന്നേ? ഞാനും നീയും എന്തായാലും നരകത്തില എന്നൊക്കെ അവളോട് പറയുകയും ചെയ്തു. ഏറെ അസ്വസ്ഥയായി നിക്കിക്ക് മുമ്പിൽ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ സിറ അവളെ തള്ളിമാറ്റി വാതിലടയ്ക്കുകയാണ്. നിക്കി പുറത്തുനിന്ന് സിറ നരകത്തിൽ പോകുമെന്ന് വീണ്ടും വിളിച്ചു പറഞ്ഞു. ദുഃഖത്തോടെ അകത്തുനിന്ന് അത് കേട്ട് സിറ കരയുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസത്തെ മതപഠന ക്ലാസ് കഴിഞ്ഞ് സിറ പുറത്തേക്ക് വരുമ്പോൾ അബുനും അമറും സിറയെ കാത്തുനിന്നിരുന്നു. ഏറെ മര്യാദയുടെ രീതിയിൽ അമർ എന്ന സിറയോട് സിറയുടെ ഉമ്മയുടെ നമ്പർ കൊടുക്കാമോ എന്ന് ചോദിച്ചു. എന്തിനാണെന്ന് സിറ ചോദിച്ചപ്പോൾ പരിചയപ്പെട്ടിരിക്കുവാനാണ് എന്നായിരുന്നു അമർ മറുപടി പറഞ്ഞത്. സിറയും സന്തോഷത്തോടെ അമറിന് നമ്പർ കൊടുത്തു. അന്ന് വൈകിട്ട് കുടുംബം ഒന്നു ചേർന്നിരുന്നു. അങ്ങോട്ടേക്ക് സിറയെ അവർ വിളിച്ചു വരുത്തി. ഉമ്മ സിറയോട് സംസാരിച്ചു. എന്നെ അമർ വിളിച്ചിരുന്നു. എന്നോട് അവനൊരു കാര്യം പറഞ്ഞു. ഒരു തഹറൂഫിലൂടെ നിന്നെ കൂടുതൽ അറിയണം എന്നതായിരുന്നു അത്. അത് കേട്ടതും സിറയുടെ കണ്ണുകൾ വല്ലാതെ വിടരുന്നുണ്ട്. തഹറൂഫ് എന്ന് പറയുന്നത് ഇസ്ലാമികമായ രീതിയിൽ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയെയോ പുരുഷനെയോ പരസ്പരം മനസ്സിലാക്കുന്നതിനാണ്. ഡേറ്റിംഗിന്റെ മറ്റൊരു രൂപം എന്ന് വേണമെങ്കിൽ പറയാം. വീട്ടിലുള്ള ഏവർക്കും അതിൽ സന്തോഷമായിരുന്നു. ഉമ്മ സിറയോട് ഞാൻ തീരുമാനം നിനക്ക് വിടുകയാണ്, ആലോചിച്ച് നീ തന്നെ മറുപടി പറ എന്ന് പറഞ്ഞു. സിറ അന്ന് രാത്രി മുഴുവൻ ആലോചിച്ചു. അടുത്ത ദിവസം തന്റെ സമ്മതം അറിയിച്ചു. അധികം വൈകാതെ പെണ്ണ് കാണൽ ചടങ്ങുകൾ നടക്കുകയാണ്. അമറിന്റെ കുടുംബവും മറ്റും സിറയുടെ വീട്ടിലേക്കെത്തി. സിറയുടെ കുടുംബം ഏറെ സന്തോഷത്തോടെ അവരെ സ്വാഗതം ചെയ്തു. അമറിന്റെ ഉമ്മയെ വീടിനകത്തേക്ക് ക്ഷണിക്കാൻ സിറ കാത്തുനിന്നിരുന്നു. ഉമ്മയുടെ കൈ പിടിച്ച് സിറ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നേരം സിറയുടെ കയ്യിലെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോഴുള്ള മുറിപ്പാട് അമറിന്റെ ഉമ്മ നോക്കിക്കാണുന്നുണ്ട്. പെട്ടെന്ന് അമറിന്റെ ഉമ്മയുടെ മുഖമൊന്നു മാറി. അത് കണ്ട് സിറയും പെട്ടെന്ന് വല്ലാതാകുന്നുണ്ട്. തന്റെ കൈ വിടുവിപ്പിച്ച് മുറിപ്പാട് മറയ്ക്കുവാൻ സിറ ശ്രമിച്ചു. പക്ഷേ അമറിന്റെ ഉമ്മ സിറയെ ആശ്വസിപ്പിച്ചു. എന്റെ മകളായി വരാൻ നിനക്ക് സമ്മതമല്ലേ എന്ന് സിറയോട് ആ നിമിഷം തന്നെ അവർ ചോദിച്ചു. സിറയുടെ കണ്ണുകൾ തന്നെ നിറഞ്ഞുപോയിരുന്നു. അന്ന് സിറയും അമറും മാറി നിന്ന് സംസാരിച്ചു. സംസാരിക്കുമ്പോൾ എന്നെപ്പറ്റി അധികമൊന്നും അറിയാതെ എന്നെ വിവാഹം കഴിക്കാൻ ഒരുക്കമാണോ? എന്നെപ്പറ്റി അറിയണ്ടേ എന്ന് സിറ ചോദിച്ചു. നിക്കാഹിന് ശേഷം നമുക്ക് കൂടുതൽ പരസ്പരം അടുത്തറിയാൻ സാധിക്കുമല്ലോ എന്നായിരുന്നു അമറിന്റെ മറുപടി. അധികം വൈകാതെ തന്നെ അതിഗംഭീരമായ രീതിയിൽ സിറയുടെയും അമറിന്റെയും വിവാഹ ചടങ്ങുകൾ നടന്നു. ഏവരും അത്രമേൽ സന്തോഷിച്ച് ആഘോഷിച്ച ദിവസങ്ങളായിരുന്നു അത്. വിവാഹത്തിന് ശേഷം ഓഡിറ്റോറിയത്തിന്റെ റൂമിൽ വിശ്രമിച്ച സിറ അന്ന് നടക്കാൻ പറ്റാതെ കാലുവേദനയെടുത്തിരുന്നപ്പോൾ തന്റെ വീട്ടിലേക്ക് സിറയെ ചുമന്നു കൊണ്ടുപോയതുപോലും അമറായിരുന്നു. വീട്ടിൽ
വീട്ടിലെത്തി സിറയെ ബെഡിലേക്ക് കിടത്തുമ്പോൾ സിറയുടെ വസ്ത്രത്തിൽ ചവിട്ടി അമർ സിറയുടെ ദേഹത്തേക്ക് പതിച്ചു. ഒരു ചുംബനത്തിനെന്നവണ്ണം അമർ സിറയുടെ അടുത്തേക്ക് വന്നതും പഴയ ട്രോമകളൊക്കെ കാരണം സിറയ്ക്ക് പെട്ടെന്നൊരു പാനിക് അറ്റാക്ക് പോലെ വന്നു. ശ്വാസം മുട്ടാനും മറ്റും ആരംഭിച്ചു. സിറയുടെ ദേഹത്തു നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് മാറിയ അമർ സിറയെ പിടിച്ചിരുത്തി അവളെ സമാധാനിപ്പിച്ചു. അവളോട് വിഷമിക്കേണ്ടെന്നും പ്രാർത്ഥിക്കുവാനും പറഞ്ഞു. ആദ്യ രാത്രിയല്ലേ എന്ന് പറഞ്ഞ സിറ വറീഡായപ്പോൾ ആദ്യ രാത്രി കഴിഞ്ഞാൽ അടുത്ത രാത്രി വരുമെന്നും അത് കഴിഞ്ഞ് അടുത്ത രാത്രി വരുമെന്നുമായിരുന്നു അമറിന്റെ മറുപടി. അടുത്ത ദിവസം പുലർച്ചെ പ്രഭാത നമസ്കാരത്തിന് അമർ എഴുന്നേറ്റിരുന്നു. അമർ സിറയെ വിളിച്ചെങ്കിലും തനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് സിറ എഴുന്നേക്കാൻ കൂട്ടാക്കിയില്ല. സിറയെ അമർ നിർബന്ധിച്ചില്ല. അമർ തന്റെ നമസ്കാരം നിർവഹിച്ചു. ശേഷമുള്ള പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട ദൈവമേ, സിറയ്ക്ക് നീ എന്നെ നല്ലൊരു ഭർത്താവാക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സിറ കേട്ടിരുന്നു. സിറയുടെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു. അവരുടെ വിവാഹ ജീവിതത്തിന്റെ തുടക്കമായിരുന്നു അത്. അടുത്ത ദിവസം മുതൽ അമറിനൊപ്പം തന്നെ സിറയുണ്ടായിരുന്നു. അമറിന്റെ കൂടെ മതപ്രഭാഷണ ക്ലാസുകളിൽ പങ്കെടുത്തു. അമറിന്റെ ബിസിനസ് ഇടങ്ങൾ സന്ദർശിച്ചു. അവരൊന്നിച്ച് രുചികരമായ ഭക്ഷണം പാകം ചെയ്തു. ഒന്നിച്ച് പ്രാർത്ഥനകളിൽ മുഴുകി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അവർ ഷോപ്പിങ്ങിനായി ഒരു കടയിൽ പോയിരുന്നു. അവിടെ ഒരിടത്തെത്തിയപ്പോൾ അമർ മൂക്കുപൊത്തി. ഡൂരിയാൻ എന്ന പഴത്തിന്റെ ദുഷിച്ച ഗന്ധമായിരുന്നു അവിടെ നിറഞ്ഞിരുന്നത്. അമറിന് ആ പഴം തീരെ ഇഷ്ടമല്ല. അത് വളരെ രുചികരമാണ്, ദുഷിച്ച മണമുണ്ടെന്നേയുള്ളൂ എന്ന് സിറ അവന് പറഞ്ഞുകൊടുത്തു. അവർ അതിനെപ്പറ്റി സംസാരിച്ചു നിൽക്കെ അങ്ങോട്ടേക്ക് നിക്കി അവരെ കണ്ട് കടന്നു വന്നു. സിറയ്ക്ക് മുമ്പിലെത്തിയ നിക്കി, നിന്റെ കല്യാണത്തിന് പോലും നീ എന്നെ വിളിച്ചില്ലല്ലേ? നീ എന്താ ഒരു ഉസ്താദിനെ കല്യാണം കഴിച്ചത്? ഉസ്താദിനെ കെട്ടിയ സ്വർഗത്തിൽ നേരിട്ട് ഇടം കിട്ടുമെന്ന് വിചാരിച്ചാണോ? അമറിന് നേരെ തിരിഞ്ഞ നിക്കി, ഉസ്താദെ, ഒരാളെ കെട്ടുമ്പോ അവളുടെ പഴയ കാലമൊക്കെ ശരിക്കും അറിഞ്ഞിരിക്കണ്ടേ എന്ന തരത്തിൽ ചോദിക്കുകയും ചെയ്തു. സിറ ആകെ വല്ലാതായി പോയിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അമർ സിറയെയും കൂട്ടി വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. കാറിൽ പോകുമ്പോൾ സിറ അന്ന് തന്റെ പഴയ കാലത്തെ പറ്റി മുഴുവൻ അമറിനോട് പറയാൻ ആരംഭിച്ചു. എനിക്ക് ഇസ്ലാം മതത്തോട് തന്നെ വെറുപ്പായിരുന്നു. ഞാനൊരു ഇസ്ലാമിക് സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കൽ ഒരു കുട്ടി മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടു. ഞാനത് റിപ്പോർട്ടും ചെയ്തു. പക്ഷേ ആ കുട്ടി ആ സ്കൂളിലെ ഒരു ഒഫീഷ്യലിന്റെ മകളായിരുന്നു. അവളെ ശിക്ഷിച്ചില്ലെന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ ക്രൂശിക്കപ്പെട്ടത് മുഴുവൻ ഞാനായിരുന്നു. അന്ന് എന്റെ കൂടെ നിന്നത്, എന്നെ സപ്പോർട്ട് ചെയ്തത് നിക്കി മാത്രമാണ്. ഒരു ഇസ്ലാമിക് സ്കൂളിൽ വെച്ച് തന്നെ അത് സംഭവിച്ചതുകൊണ്ട് ഇസ്ലാമിനെ പൂർണ്ണമായും ഞാൻ വെറുക്കുവാൻ ആരംഭിച്ചു. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള വഴിയെന്ന രീതിയിൽ നിക്കി എന്നെ പലതും പഠിപ്പിച്ചു. കള്ളുകുടിച്ചു, മയക്കുമരുന്നുകൾ ഉപയോഗിച്ചു. പക്ഷേ ഒക്കെയും വെറും മിഥ്യാധാരണയിലുള്ള രക്ഷപ്പെടലുകൾ മാത്രമായിരുന്നു. ഒടുവിൽ അതിലെനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. അത്രയും അവൾ പറഞ്ഞപ്പോഴേക്കും അമർ അവളുടെ കൈ പിടിച്ചു. അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇപ്പോൾ ഹിജ്റ യാത്രയിലാണ്. ഹിജ്റ എന്ന് പറയുന്നത് തെറ്റിലേക്കുള്ള തിരിഞ്ഞുനോട്ടമല്ല, പാപമോചനം ചെയ്ത് നന്മയിലേക്കുള്ള യാത്രയാണ്. നിന്റെ പഴയകാലത്തോട് നിനക്കൊരു കടപ്പാടുമില്ല. നിന്റെ പഴയകാലം നീയും ദൈവവും മാത്രം അറിഞ്ഞാൽ മതി. അന്നും അവൾക്ക് വല്ലാതൊരു പാനിക് അറ്റാക്ക് വന്നു. ശ്വാസമെടുക്കാൻ അവൾ ബുദ്ധിമുട്ടി. പക്ഷേ അമർ അവളെ സമാധാനിപ്പിച്ചു. അവളെ പ്രാർത്ഥനകൾ ചൊല്ലിപ്പിച്ചു. അവൾക്ക് ആശ്വാസമായപ്പോൾ അവൾ മയങ്ങിപ്പോയിരുന്നു. വീട്ടിലെത്തിയപ്പോൾ അവളെ പൊക്കിയെടുത്ത് അമർ ബെഡിൽ കൊണ്ടു കിടത്തി. ശേഷം അവിടെ നിന്ന് അമർ പോവാനൊരുങ്ങിയപ്പോൾ സിറ അമറിന്റെ കൈ പിടിച്ചു. അവരിരുവരും ഒന്നായത് ആ രാത്രിയിലായിരുന്നു. പിന്നീട് കുറച്ച് നാളുകൾ കൂടി കടന്നുപോയി. സന്തോഷത്തിന്റെ നാളുകൾ. വൈകാതെ സിറ ഗർഭിണിയാണ് എന്ന ഏറെ സന്തോഷം നിറഞ്ഞ വാർത്തയും അവരെ തേടിയെത്തി. എന്നിരുന്നാലും ഏവർക്കും സർപ്രൈസ് ആകുവാൻ ആരെയും ആ വിവരം അപ്പോൾ അറിയിക്കണ്ട എന്നവർ അങ്ങ് തീരുമാനിച്ചു. 2 മാസത്തോളം അത്തരത്തിൽ കടന്നുപോയി. ഒരു ദിവസം തന്റെ ബിസിനസ് ഇടത്തായിരുന്ന അമറിന് വേഗത്തിൽ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് സിറയുടെ കോൾ വന്നു. സിറയാകെ അവശതയിലായിരുന്നു. സിറയ്ക്ക് അന്ന് അബോഷൻ സംഭവിച്ചു. സിറയാകെ മാനസികമായി തകർന്നു പോയിരുന്നു. പക്ഷേ സിറയുടെ കൈ പിടിച്ച് അമർ അപ്പോഴും കൂടെ നിന്നു. അബോഷനായി പോയതിൽ ഒരു ഘട്ടത്തിൽ സിറ അമറിനോട് ക്ഷമ ചോദിച്ചപ്പോൾ, എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത്? ഇത് നിന്റെ തെറ്റുകൊണ്ടൊന്നുമല്ലല്ലോ. ഒരുപക്ഷെ നമ്മളെക്കാൾ നന്നായി അറിയുന്നവൻ ദൈവമാണ്. നമ്മൾ ചിലപ്പോൾ നല്ല പാരന്റ്സ് ആകുവാൻ ഇതുവരെ തയ്യാറായിട്ടുണ്ടായിരിക്കില്ല. അതിനുള്ള സമയം ദൈവം അനുവദിക്കുകയായിരിക്കണം. കൂടുതൽ മികച്ച പാരന്റ്സ് ആവും എന്ന് ദൈവത്തിന് നമ്മൾ ഉറപ്പ് കൊടുക്കുമ്പോൾ അവൻ നമുക്ക് കുട്ടികളെ തരും എന്ന് പറഞ്ഞ് അവൻ സിറയെ ചേർത്തു പിടിച്ചു. അന്ന് രണ്ടുപേരും കരഞ്ഞിരുന്നെങ്കിലും അമറിന്റെ ചേർത്തുപിടിക്കൽ സിറയ്ക്ക് അത്രമേൽ ആശ്വാസകരമായിരുന്നു. നാളുകൾ വീണ്ടും കടന്നുപോയിക്കൊണ്ടിരുന്നു. കുട്ടികളില്ലാത്ത ദുഃഖം പതിയെ പതിയെയാണെങ്കിലും സിറയുടെ ഉള്ളിലേക്ക് വീണ്ടും എത്താൻ ആരംഭിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെയും അവളെ ചേർത്തു പിടിച്ച് അമർ സമാധാനിപ്പിച്ചു. പ്രാർത്ഥനാ യോഗങ്ങളിൽ, ക്ഷമയെപ്പറ്റിയുള്ള സംസാരങ്ങളിൽ സിറ ആകൃഷ്ടയായി. ക്ഷമിക്കുന്നവർക്ക്, പരീക്ഷണങ്ങളിൽ ക്ഷമ കാണിക്കുന്നവർക്ക് ദൈവം വലിയ പ്രതിഫലം നൽകും എന്ന വാക്കുകൾ സിറയുടെ മനസ്സിൽ ആഴത്തിൽ പതിച്ചു. ഒക്കെയും അറിയുന്ന ദൈവത്തിന് കൃത്യസമയത്ത് ക്ഷമിക്കുന്നവർക്ക് കൃത്യതയാർന്നത് നൽകുവാൻ സാധിക്കും
എന്നും മതപഠന ക്ലാസുകളിൽ നിന്ന് സിറ തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. വൈകാതെ ഒരു ദിവസം സിറയും അമറും കൂടി ഒരു മതച്ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി. അവിടെ വെച്ച് സിറയ്ക്ക് പുതിയ കുറച്ച് കൂട്ടുകാരെ കിട്ടി. എന്തെന്നില്ലാത്തൊരു സമാധാനവും സന്തോഷവും അന്ന് സിറയ്ക്ക് അനുഭവപ്പെട്ടു. സിറയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും സംഭവിക്കുകയായിരുന്നു. ഹിജ്റ യാത്ര സിറയെ കൂടുതൽ മുമ്പോട്ട് നയിച്ചു. പ്രഭാത നമസ്കാരത്തിന് എഴുന്നേൽക്കാതിരുന്ന സിറ അമറിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കൂടെ നമസ്കരിക്കാൻ ആരംഭിച്ചു. അവരിരുവരും ഒന്നിച്ച് നമസ്കരിക്കുകയും അമറിന്റെ മുമ്പിൽ വെച്ച് സിറ പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട ദൈവമേ, അമറിന് നല്ലൊരു ഭാര്യയാകുവാൻ നീ എന്നെ സഹായിക്കണമേ. അത് കേട്ട് അമറിന്റെ കണ്ണുകൾ നിറയുക പോലും ചെയ്തിരുന്നു. അവരുടെ ജീവിതത്തിൽ വീണ്ടും സന്തോഷം തിരികെ വന്നു. ഇരുവരും ഒന്നിച്ച് ജീവിതത്തിന്റെ ഓരോ നിമിഷവും ആഘോഷിക്കാൻ ആരംഭിച്ചു. വിവാഹം കഴിഞ്ഞ് 90 ദിവസങ്ങളോളം പിന്നിട്ടിരുന്നു. ഒരിക്കൽ അവരൊന്നിച്ച് ഒരു സിനിമ കാണാൻ പോയി. സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ പുറത്തൊരാൾക്കൂട്ടവും ബഹളവും അവർ കേട്ടു. അവർ ഓടിയെത്തി നോക്കുമ്പോൾ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുവാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. അത് നിക്കിയായിരുന്നു. സിറ ഓടിച്ചെന്ന് നിക്കിയെ തടയാൻ ശ്രമിച്ചു. ആദ്യമൊന്നും സിറയുടെ വാക്കുകൾ കേൾക്കാനോ ഒന്നും നിക്കി തയ്യാറായില്ലെങ്കിലും സിറയും അമറും പരമാവധി ശ്രമിച്ചപ്പോൾ നിക്കി അതിന് കീഴ്പ്പെട്ടു. മറ്റൊരാളുടെ കുഞ്ഞിനെ നിക്കി വയറിൽ ചുമന്നിരുന്നു. അവൻ അവളെ കൈയൊടിഞ്ഞു. ആ ദുഃഖത്തിലായിരുന്നു നിക്കി ആത്മഹത്യ ചെയ്യാൻ നിന്നത്. സിറ തന്റെ സുഹൃത്തിനെ സമാധാനിപ്പിച്ചു. അവൾക്ക് മുമ്പോട്ടുള്ള ജീവിതത്തിന് പ്രത്യാശകൾ പകർന്നു നൽകി. വൈകാതെ വിവാഹത്തിന്റെ 100ാം ദിവസം എത്തി. കേക്ക് മുറിച്ച് അവരാ സന്തോഷം ആഘോഷിച്ചിരുന്നു. അടുത്ത ദിവസം സിറയ്ക്കൊരു സമ്മാനമുണ്ട് എന്ന് അമർ പറഞ്ഞു. സിറയെയും കൂട്ടി അമർ ഒരിടത്തേക്ക് പോയി. പുതുതായി അവർക്കായി അമർ പണിയുന്ന വീട്ടിലേക്കായിരുന്നു അത്. ആ വീട് കണ്ട് സിറയ്ക്കേറെ സന്തോഷം തോന്നി. വാടക വീട്ടിൽ നിന്നും സ്വന്തമായൊരു വീട്. അന്ന് അവിടുത്തെ ബെഡ്റൂമിൽ നിന്ന് ബെഡ്റൂം എങ്ങനെ വേണം എന്നതിനെപ്പറ്റി രസകരമായി അവർ സംസാരിച്ചു നിൽക്കെ അമർ വല്ലാതെ ചുമയ്ക്കാൻ ആരംഭിച്ചു. പിന്നീട് ആ ചുമ കൂടുതൽ മോശം അവസ്ഥയിലേക്ക് മാറുകയായിരുന്നു. അതോടെ അമറും സിറയും ചെന്ന് ഡോക്ടറെ ചെന്ന് കണ്ടു. അപ്പോഴാണ് അമറിന് ശ്വാസകോശ സംബന്ധമായി ഗുരുതരമായ രോഗമുണ്ട് എന്നവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരുന്നു അത്രമേൽ ചുമ അമറിനെ ബാധിച്ചിരുന്നത്. ആശുപത്രിയിൽ അഡ്മിറ്റായി അമർ ചികിത്സ ആരംഭിച്ചു. അമറിന് ധൈര്യം പകർന്ന് അമറിനെ ശുശ്രൂഷിച്ച് സിറയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് കുറച്ച് സുഖം പ്രാപിച്ച ഘട്ടത്തിൽ സിറയുടെ വീട് സന്ദർശിക്കാൻ അമർ തീരുമാനിച്ചു. സിറയുടെ ഉമ്മയ്ക്കും സഹോദരിക്കും മികച്ച ഗിഫ്റ്റുകൾ വാങ്ങി സിറയും അമറും സിറയുടെ വീട്ടിലെത്തി. അവിടെ കുടുംബത്തോടൊപ്പം ഏറെ സന്തോഷത്തോടെ അവർ സമയം ചെലവഴിച്ചു. അടുത്ത ദിവസം അവരൊന്നിച്ച് ബീച്ചിൽ പോയി. സിറയെ ചേർത്ത് പിടിച്ച് അമർ കുറെ നേരം കടൽ നോക്കി നിന്നു. അവിടെ വെച്ച് സിറയോട് സംസാരിക്കുമ്പോൾ വയസ്സായാൽ നമുക്കങ്ങോട്ടേക്ക് താമസം മാറ്റാമെന്നും സന്തോഷത്തോടെ അവിടെ ജീവിക്കാമെന്നുമൊക്കെ അമർ ഏറെ താല്പര്യത്തോടെ പറഞ്ഞു. കുട്ടികളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ടാവുന്നതിനെ പറ്റിയൊക്കെ അമർ അന്ന് വാചാലനായി. അന്നത്തെ ഭക്ഷണശേഷം ബീച്ചിൽ ഇരുവരും കുറേയധികം നേരം കളിച്ചു. സിറയെ ഓടിച്ചിട്ട് പിടിക്കുവാൻ അമർ സിറയുടെ പിന്നാലെയോടി. പെട്ടെന്നായിരുന്നു അമറിന് വയ്യാതായത്. അമർ കലശലായി ചുമയ്ക്കാൻ ആരംഭിച്ചു. വൈകാതെ അമർ ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. അമറിന്റെ കൂടെ തന്നെ സിറ നിന്നിരുന്നു. പ്രതീക്ഷയോടെ അമർ ജീവിതത്തിലേക്ക് തിരികെ വരും, രോഗം ഭേദമാകും എന്ന് സിറ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. നാൾക്കുനാൾ അമറിന്റെ രോഗം മൂർച്ഛിച്ചു വന്നു. എന്നിരുന്നാലും ആ അവസ്ഥയിലും സിറയെ അമർ സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർച്ചയായി തന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് സിറയ്ക്ക് സുഖമായി ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ അമർ ഒരു ദിവസം സിറയെ ഉറങ്ങുവാൻ വീട്ടിലേക്ക് പറഞ്ഞുവിട്ടു. വിസമ്മതിച്ചു നിന്ന സിറയെ വീട്ടിൽ പോയി പെയിന്റിംഗ് വർക്കുകൾ നോക്കുവാനും നമ്മുടെ മുറിയുടെ പെയിന്റിംഗ് ഒക്കെ ഞാൻ തന്നെ ചെയ്തോളാമെന്ന് അവിടുത്തെ കോൺട്രാക്ടറോട് പറയുവാനും അമർ ഏൽപ്പിച്ചു. സിറയെന്ന് വീട്ടിലെത്തി. അവിടെ പെട്ടിൽ സിറയ്ക്കായി സിറയുടെ ഫേവറേറ്റ് ഫ്രൂട്ടിന്റെ ഒരു ഡോൾ അമർ തയ്യാറാക്കി വെച്ചിരുന്നു. അത് കണ്ട് കൂടെയുള്ള കുറിപ്പ് വായിച്ച സിറയ്ക്ക് വലിയ സന്തോഷം തോന്നി. അമർ സിറയെ വീഡിയോ കോൾ ചെയ്തു. ഇരുവരും കുറച്ചുനേരം സംസാരിച്ചു. സിറയെന്ന് അമർ സമ്മാനിച്ച ഗിഫ്റ്റും കെട്ടിപ്പിടിച്ചുറങ്ങി. അടുത്ത ദിവസം വീട് പണിയൊന്ന് ഇടത്ത് നിൽക്കുമ്പോൾ സിറയ്ക്കൊരു കോള് വന്നു. പാനിക്കായി അമറിന് വല്ലതും പറ്റിയോ എന്ന് ചിന്തിച്ച് സിറ ആശുപത്രിയിലേക്ക് ചെന്നു. പക്ഷേ അമർ അവിടെ സുരക്ഷിതമായിട്ടുണ്ടായിരുന്നു. സിറയെ അമർ വിളിപ്പിച്ചത് ഒരിക്കൽ സിറയ്ക്ക് അമർ വാക്കുകൊടുത്തിരുന്നു. തനിക്കിഷ്ടമല്ലാത്ത ദുഷിച്ച മണമുള്ള ഡൂരിയാൻ എന്ന ഫ്രൂട്ട് കഴിക്കുമെന്ന്. ആ ഫ്രൂട്ട് അമറിന്റെ പക്കലുണ്ടായിരുന്നു. സിറയും അമറും കൂടി അന്ന് ആ ഫ്രൂട്ട് കഴിച്ചു. സിറയ്ക്ക് കൊടുത്ത വാക്ക് അമർ പാലിച്ചു. ദുഷിച്ച ഗന്ധമാണെങ്കിലും അതിന്റെ രുചി അമറിനെ ഏറെ ആഹ്ലാദിപ്പിച്ചിരുന്നു. ആശുപത്രിയിൽ കിടക്കുന്ന ഓരോ ദിവസവും സിറ അമറിന്റെ കൂടെ തന്നെ നിന്നു. ഏറെ സ്നേഹത്തോടെ ഓരോ നിമിഷവും അവർ ചെലവഴിച്ചു. അധികം വൈകാതെ അമറിന്റെ ആരോഗ്യാവസ്ഥ പൂർണ്ണമായും മോശമായി. അവൻ വെന്റിലേറ്ററിലേക്ക് മാറ്റപ്പെട്ടു. അമറിന്റെ അവസാന നിമിഷം അടുത്തു
എടുത്തു തുടങ്ങി എന്ന് ഡോക്ടർ തിരിച്ചറിഞ്ഞിരുന്നു. അവസാനമായി ഒരാളെ ICCUവിലേക്ക് ഡോക്ടർ വിളിച്ചു. അകത്തേക്ക് ഏവരും ചേർന്ന് പറഞ്ഞയച്ചത് സിറയെയായിരുന്നു. സിറ അമറിന്റെ അടുത്തെത്തി അമറിനോട് സംസാരിച്ചു. സിറയോട് കരയുന്നതിനിടയിലും ചിരിക്കണമെന്നും ധൈര്യത്തോടെ ഇരിക്കണമെന്നും അമർ പറഞ്ഞു. തന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി ഏറെ ദുഃഖത്തിനിടയിലും സിറ ചിരിക്കുവാൻ ശ്രമിച്ചു. അമറിനെ ആശ്വസിപ്പിക്കുവാൻ സിറ ശ്രമിച്ചു. മരണത്തോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനകൾ സിറ അവനായി പറഞ്ഞുകൊടുത്തു. പ്രാർത്ഥനകളോടെ അമർ ഈ ലോകത്തോട് വിട പറഞ്ഞു. തന്റെ പ്രിയപ്പെട്ടവന്റെ വിയോഗത്തിൽ സിറ പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. അവരുടെ വിവാഹം കഴിഞ്ഞുള്ള 172-ാം ദിവസമായിരുന്നു വന്ന് അമറിന്റെ ഫ്യൂണറൽ ചടങ്ങുകൾ നടന്നു. സിറയെ ആശ്വസിപ്പിക്കുവാൻ ഏവരും ശ്രമിച്ചിരുന്നു. അമറിന്റെ വാക്കുകളും അമറിന്റെ ഓർമ്മകളുമായിരുന്നു സിറയെ മുന്നോട്ട് ജീവിപ്പിച്ചത്. തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ആ 172 ദിവസത്തെപ്പറ്റി സിറയൊരു നോവൽ എഴുതി. അതിന്റെ വരികളിൽ അമറിനോടുള്ള തന്റെ പ്രണയത്തെപ്പറ്റി സിറ കുറിച്ചിരുന്നു. തന്റെ ജീവിതത്തെ മാറ്റിമറിച്ച് അമറിനോടുള്ള നന്ദി സിറ അറിയിച്ചിരുന്നു. 22-ാം വയസ്സിൽ മരണപ്പെട്ടുപോയ അമർ മനോഹരമായ സ്വർഗത്തിൽ കഴിയുന്നുണ്ടാകും എന്ന പ്രതീക്ഷയോടെ സിറ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥ സംഭവകഥയെ അടിസ്ഥാനമാക്കി ചിത്രീകരിക്കപ്പെട്ട മനോഹരമായ ഈ ഇന്തോനേഷ്യൻ ചലച്ചിത്രം ആ ദൃശ്യത്തോടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.